ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റിനെ പറ്റി പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് പേയ്മെൻറ്റിൻ്റെ ബേസിക് ക്യാരക്ടർ പഠിച്ചു, ഇൻട്രഡക്ഷൻ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെയാണ് ലെയേഴ്സ് എന്നും എങ്ങനെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ പഠിച്ചു. ഇന്ന് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ്, ഫ്ലെക്സിബിൾ പേയ്മെൻറ്റും ഉണ്ട്, റിജിഡ് പേയ്മെൻറ്റും ഉണ്ട്, അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ആദ്യം തന്നെ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. വൺ ഈസ് ദ കൺവെൻഷണൽ ലെയേർഡ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. സാധാരണ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ലെയർ ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ പേയ്മെൻ്റ് ആണത്. ഇതിൽ ദേ ആർ ലെയേർഡ് സിസ്റ്റംസ് വിത്ത് ഹൈ ക്വാളിറ്റി എക്സ്പെൻസീവ് മെറ്റീരിയൽസ് അറ്റ് ദ ടോപ്പ് വേർ സ്ട്രെസ്സസ് ആർ ഹൈ ആൻഡ് ലോ ക്വാളിറ്റി ചീപ്പ് മെറ്റീരിയൽസ് ആർ ദ ലോവർ ലെയേഴ്സ്. ഏറ്റവും ടോപ്പിൽ വളരെ ക്വാളിറ്റിയുള്ള, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ടോപ്പിലുണ്ടാവും. അവിടെയാണ് കാരണം കൂടുതൽ സ്ട്രെസ് വരുന്നത്, അതുകൊണ്ടാണ്. അവിടെയാണ് അല്ലേ, നമ്മൾ നേരത്തെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടു. ഏറ്റവും ടോപ്പിലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത്, താഴോട്ട് വരുമ്പോൾ സ്ട്രെസ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഏറ്റവും ടോപ്പിലായിരിക്കും, ടോപ്പിൽ ലെയറിൽ ഈ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ, താഴോട്ട് കുറച്ച് ചീപ്പ് മെറ്റീരിയൽസ് താഴോട്ട് വന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ്. അതാണ് നേരത്തെ നമ്മൾ കണ്ട ആ കൺവെൻഷണൽ ലെയർ സിസ്റ്റമാണ് നമ്മൾ ഈ സെക്ഷൻ ഡീറ്റെയിൽസ് കണ്ടത്. രണ്ടാമത്തെന്ന് പറയുന്നത് ഫുൾ ഡെപ്ത് ഓസ്ഫാൾട്ട് പേയ്മെൻ്റ് ആണ്. ഓസ്ഫാൾട്ട് എന്ന് പറയുന്നത് ബിറ്റുമൻ തന്നെയാണ്, വേറെ ഒന്നുമല്ല. അതിൻ്റെ വേറൊരു പേരാണ് ഓസ്ഫാൾട്ട് എന്ന് പറയുന്നത്. ഓസ്ഫാൾട്ട്, ടാറ്, ബിറ്റുമൻ ഒക്കെ ഒരേ സാധനം തന്നെ, ചെറിയ ചെറിയ കെമിക്കൽ കോമ്പോസിഷനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അത്ര ഡീറ്റെയിൽസ് നമുക്ക് നോക്കണ്ട. ഇൻ ജനറലി ദേ ആർ ദ സെയിം. അപ്പോൾ ഫുൾ ഡെപ്ത്, അടുത്ത മെത്തേഡാണ് ഫുൾ ഡെപ്ത് ഓസ്ഫാൾട്ട് പേയ്മെൻറ്റ്. ഇവിടെയാണ് നമ്മളിപ്പോൾ പുതിയ മെത്തേഡിൽ കാണുന്നത്, നിങ്ങൾ ഇവിടെയൊക്കെ സൈറ്റിലൊക്കെ കാണുന്ന, റോഡിലൊക്കെ കാണുന്ന ബിറ്റുമിനസ് കോൺക്രീറ്റ് അല്ലെങ്കിൽ ബിറ്റുമിനസ് മെക്കാഡം എന്ന് പറയുന്ന സാധനം അതാണ്. അവിടെ ഡിഫറെൻറ്റ് ലെയേഴ്സ് എന്നുള്ള ഒരു മൊത്തം ഒറ്റ ഡെപ്തിൽ, വലിയ ഡെപ്തിലേക്കും ഈ ഒരു ബിറ്റുമൻ ലെയർ ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ട് പോവുക. ദേ ആർ കൺസ്ട്രക്റ്റഡ് ബൈ പ്ലേസിംഗ് ബിറ്റുമൻസ് ലെയേഴ്സ് ഡയറക്ട്ലി ഓൺ ദ സോയിൽ സബ്ഗ്രേഡ്. നേരിട്ട് അങ്ങോട്ട് പ്ലേസ് ചെയ്യാം, ഡിഫറെൻറ്റ് ലെയർ ആയിട്ടൊന്നുമില്ല, നേരിട്ട് സബ്ഗ്രേഡിന് മുകളിൽ. ദിസ് ഇസ് മോർ സ്യൂട്ടബിൾ വെൻ ദർ ഇസ് എ ഹൈ ട്രാഫിക് ആൻഡ് ലോക്കൽ മെറ്റീരിയൽസ് ആർ നോട്ട് അവൈലബിൾ. അങ്ങനത്തെ സ്ഥലത്ത് ഹൈ ട്രാഫിക്, കൂടുതൽ വണ്ടികൾ പോകുന്നുണ്ട്, അപ്പോൾ ഒരു ഹൈ ക്വാളിറ്റി റോഡ് വേണം. പിന്നെ ഇത്രയും മെറ്റീരിയൽസ്, പലതരത്തിലുള്ള അഗ്രിഗേറ്റ് ഒന്നും, പാറ കഷ്ണങ്ങളൊന്നും നമുക്ക് ഗ്രാനൈറ്റ് ഒന്നും എത്തിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് സാധാരണ ഈ ഒരു ഫുൾ ഡെപ്ത് ഓസ്ഫാൾട്ട് പേയ്മെന്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് തേർഡ് വൺ ഈസ് ദ കണ്ടെയ്ൻഡ് റോക്ക് ഓസ്ഫാൾട്ട് മാറ്റ്. ഇവിടെ ഇത് ചെയ്യുന്നത് വെച്ചാൽ കണ്ടെയ്ൻഡ് റോക്ക് ഓസ്ഫാൾട്ട് മാറ്റാണ്. മാറ്റ് ഇൻ ബിറ്റ്വീൻ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ രണ്ട് ഓപ്പൺ ഗ്രേഡഡ് അല്ലെങ്കിൽ രണ്ട് ലെയറിന്റെ ഇടയിൽ ഒരു ഡെൻസ് അല്ലെങ്കിൽ ഓപ്പൺ ഗ്രേഡഡ് അഗ്രിഗേറ്റ് ലെയർ കൊടുക്കുന്നു. ഈ ഓപ്പൺ ഗ്രേഡ് അഗ്രിഗേറ്റ് ലെയർ എന്നൊക്കെ പറഞ്ഞാൽ ടേം കേട്ട് പേടിക്കണ്ട. ഓപ്പൺ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രേഡിങ്, ഇതൊരു മെറ്റീരിയലിലെ ഈ നമുക്ക് മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ഇയറിൽ. സീവ് അനാലിസിസ് ചെയ്തിട്ട് ഗ്യാപ്പ് ഗ്രേഡഡ്, സീവ് അനാലിസിസ് ചിലപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ സീവ് അനാലിസിസ് നമുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മിക്സിൽ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ടൈപ്പ് സൈസ് ഉണ്ടായിരിക്കണം. അത് ചില പർട്ടിക്കുലർ സൈസ് ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫൈൻ പാർട്ടികൾ കുറച്ച് ഒഴിവാക്കിയിട്ട് കുറച്ച് വലിയ പാർട്ടികൾ മാത്രം ഇടും. അപ്പോൾ അത് മിക്സ് ചെയ്ത സമയത്ത് അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ. അതാണ് ഗ്യാപ്പ് ഗ്രേഡഡ് അല്ലെങ്കിൽ ഓപ്പൺ ഗ്രേഡഡ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് ഉണ്ടാവുമെന്ന് ഉദ്ദേശിക്കുന്നതല്ല, ചില സൈസ് ഓഫ് അഗ്രിഗേറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവുകയില്ല. ഇങ്ങനെ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ രണ്ട് ലെയറിൻ്റെ ഇടയിലുള്ള ഈ വെള്ളത്തിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ലെയറിൻ്റെ ഇടയിൽ ഒരു ഓപ്പൺ ഗ്രേഡ് അഗ്രിഗേറ്റ് ലെയറും കൊടുത്തിട്ടുള്ള കണ്ടെയ്ൻഡ് റോക്ക് അസ്ഫാൾട്ട് മാറ്റുണ്ട്. ഇതാണ് 3 തരത്തിലുള്ള ഫ്ലെക്സിബിൾ പേയ്മെന്റ്. ഇതിൽ ഈ ഒരു മൂന്നാമത്തെ ടൈപ്പ് നമ്മളിവിടെ കേരളത്തിലോ ഇന്ത്യയിലോ അധികം സാധാരണ ഉപയോഗിക്കാറില്ല. ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ആദ്യത്തെ രണ്ട് മെത്തേഡ് മാത്രമാണ്. നെക്സ്റ്റ്, ടിപ്പിക്കൽ ലെയേഴ്സ് ഓഫ് എ ഫ്ലെക്സിബിൾ പേയ്മെന്റ്. എന്തൊക്കെ ലെയേഴ്സ് ആണുള്ളത്? നമ്മൾ കഴിഞ്ഞ ദിവസം ജനറലി ആയിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ലെയറും എന്തൊക്കെയാണ്. ഫസ്റ്റ് ലെയർ ഏറ്റവും ടോപ്പിലുള്ളത് സീൽ കോട്ടാണ്. ആ പേര് പോലെ തന്നെ സീൽ ചെയ്യുന്നൊരു കോട്ടാണ്. It is a thin surface treatment used to waterproof the surface and to provide skid resistance and to seal the surfacing against the ingress of water. ഏറ്റവും മുകളിൽ ഒരു ലെയർ, പല പർപ്പസ് എന്തൊക്കെയാണ്? വാട്ടർ പ്രൂഫ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്, സ്കിഡ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാനാണ്, പിന്നെ വെള്ളം ഉള്ളിലേക്ക്
കിനിഞ്ഞിറങ്ങുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഹോളും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു വളരെ തിന്നായിട്ടുള്ളൊരു നമ്മൾ സിമെന്റ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മിനുക്ക് പണിയില്ലേ അതുപോലെ. ദാറ്റ് ഇസ് സീൽ കോട്ട്. ദെൻ ദർ ഇസ് എ ടാക്ക് കോട്ട്. ടാക്ക് കോട്ട് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് അപ്ലിക്കേഷൻ ആണ്. സാധാരണ ഓസ്ഫാൾട്ട് ഇമൽഷൻ, നമുക്ക് ഇമൽഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, വെള്ളത്തിൽ മിക്സ് ചെയ്ത സാധനമാണ്. ഇറ്റ്സ് പ്രൊവൈഡ്സ് എ പ്രോപ്പർ ബോണ്ടിങ് ബിറ്റ്വീൻ 2 layers ഓഫ് ദ ബൈൻഡർ കോഴ്സ്. അപ്പോൾ ഇവിടെ ഈ സർഫസ് കോഴ്സും അടിയിൽ ബൈൻഡർ കോഴ്സും ഉണ്ട്. ഇത് രണ്ടിന്റെ ഇടയിൽ ആദ്യം ബൈൻഡർ കോഴ്സ് പ്ലേസ് ചെയ്തിട്ടാണ് പിന്നെയാണ് അത് കുറച്ച് ഉണങ്ങിയതിനു ശേഷമാണ് ഈ ടാക്ക് കോട്ട് അപ്ലൈ ചെയ്യുക. അതിന്റെ മുകളിലാണ് സർഫസ് കോഴ്സ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അതൊരു ജസ്റ്റ് ഒരു രണ്ടിന്റെ ഇടയിൽ പേസ്റ്റ്, നമ്മൾ രണ്ട് പീസുകളൊക്കെ മരങ്ങളൊക്കെ ഒട്ടിക്കുന്ന സമയത്ത് അടിയിൽ പശ വെക്കുന്നില്ലേ, അതുപോലെ ഒരു പശയാണ് ഈ ടാക്ക് കോട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ജനറലി അപ്ലൈഡ് ഓൺ ഇംപെർവിയസ് സർഫസ്. അത് ഹോളില്ലാത്ത സ്ഥലങ്ങളിലാണ് സാധാരണ അപ്ലൈ ചെയ്യാം. ടാക്ക് കോട്ട് വളരെ മിനുസായിരിക്കണം എന്നർത്ഥം. ഈ രണ്ട് ലെയറും ഒന്നിനുള്ളിലേക്ക് ഈ ടാക്ക് കോട്ട് അവിടെ ഗ്യാപ്പ് ചെറിയ ചെറിയ കുഴികൾ അടയ്ക്കാൻ വേണ്ടിയിട്ടല്ല, റഫായിട്ടുള്ള സ്ഥലം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, വളരെ സ്മൂത്തായ സ്ഥലത്ത് ഇംപെർവിയസ് ആയിട്ടുള്ള ലെയറിലാണ് സാധാരണ അപ്ലൈ ചെയ്യാം. അപ്പോൾ ബൈൻഡർ കോഴ്സ് ഒരുവിധം ഒരു മിനുക്ക് പണി കഴിഞ്ഞതായിരിക്കും. അതിന്റെ മുകളിൽ സർഫസ് കോഴ്സ് വളരെ മിനുക്ക് പണി ചെയ്യണമെങ്കിൽ ഇത് അതിന്റെ മുകളിൽ ഒരു പശ പോലെ ഒട്ടിക്കുന്നു, ടാക്ക് കോട്ട്. ദാറ്റ് ഈസ് എ ടാക്ക് കോട്ട്. അപ്പോൾ ഈ സീൽ കോട്ട് എന്ന് പറയുന്നത് ബിറ്റുമൻ മാത്രമായിരിക്കില്ല. സീൽ കോട്ടിൽ ബിറ്റുമന്റെ കൂടെ ചെറിയ പാർപ്പൊടികളും ഉണ്ടാവും. അതേസമയത്ത് ടാക്ക് കോട്ട് എന്ന് പറയുന്നത് അതൊരു ബിറ്റുമനസ് ലെയർ ആണ്, ടാറ് മാത്രമാണ്. മറ്റേ സീൽ കോട്ട് എന്ന് പറയുന്നത് ടാറല്ല, അത് മിക്സ് ചെയ്ത സാധനമാണ്. വ്യത്യാസം മനസ്സിലായല്ലോ? സീൽ കോട്ടിൽ ഈ ചെറിയ പാറപ്പൊടിയും ബിറ്റുമനും കൂടി മിക്സ് ചെയ്തൊരു സാധനമായിരിക്കും. അതിന്റെ മുകളിൽ പൊടി പോലെ വെതറിയിട്ട് ഈ പൊടി അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടെ ഒരു പശ വേണ്ട അടിയിൽ, ആ പശയാണ് ടാക്ക് കോട്ട്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നെക്സ്റ്റ് തൊട്ട് താഴെ വരുന്നത് ഈ ബേസ് കോഴ്സ്. ബേസ് കോഴ്സിന്റെ ഇടയിൽ ഒരു സാധനത്തെ അത് പ്രൈം കോട്ട് എന്ന് പറയും. പിന്നെ അങ്ങോട്ടുള്ള പ്രൈം കോട്ടാണ്. പ്രൈം കോട്ട് എന്താ ചെയ്യുന്നത് നോക്കാം. അതും ഒരു ബിറ്റുമിനസ് ലെയർ ആണ്. പ്രൈം കോട്ട് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലോ വിസ്കസ് ലിക്വിഡ് ബിറ്റുമിനസ് മെറ്റീരിയൽ. ലോ വിസ്കസ് ആയിട്ടുള്ള, കുറച്ച് ലൂസ് ആയിട്ടുള്ള, ഓവർ ആൻ എക്സിസ്റ്റിംഗ് പോറസ് ഓർ അബ്സോർബന്റ് പേയ്മെന്റ് സർഫസ് ലൈക്ക് വാട്ടർ ബോൺ മെക്കാഡോ. അപ്പോൾ കുറച്ച് കല്ലുകളൊക്കെ ഉള്ള, കുറെ ഹോൾസ് ഒക്കെ ഉള്ള, കുറച്ച് വിടവുകളുള്ള ആദ്യം ഒരു ബിറ്റുമിനസ് കോൺക്രീറ്റ് ലെയർ ആദ്യം അടിച്ചു പോയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ ബേസ് കോഴ്സ്. അത് കുറെ ഗ്യാപ്പുകളിലായിരിക്കും. ഇപ്പം റീസെന്റ് ആയിട്ട് നിങ്ങളെ ഏരിയയിലൊക്കെ നടന്ന ഹൈവേയുടെ പേയ്മെന്റിന്റെ ഒന്ന് ആലോചിച്ചാൽ മതി എന്താണ് സംഭവിക്കുന്നത് അവിടെ. അപ്പോൾ ആദ്യത്തെ കോഴ്സ് കുറച്ച് താഴെ അധികം കറുപ്പ് നിറം ഉണ്ടാവില്ല, ഏകദേശം ഒരു കോൺക്രീറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും കണ്ടാൽ, ഒരു മണ്ണിന്റെ കളറൊക്കെ ആയിട്ടുള്ള. അതിൽ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും. അതിന് മുകളിലാണ് ഈ ഒരു തിന്നായിട്ടുള്ള ലോ വിസ്കസ് ആയിട്ടുള്ള ഒരു ബിറ്റുമിനസ് കോട്ട് ടാറ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഹോൾസിൽ അത് പോയിട്ട് എല്ലാം ഫില്ല് ചെയ്യും, നോർമൽ ആവും. ആ ഹോൾസിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഒരു ബോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യും. അതിന്റെ മുകളിലാണ് ഈ ബൈൻഡർ കോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ദ പ്രൈം ഒബ്ജക്റ്റീവ് ഈസ് ടു പ്ലഗ് ദ കാപ്പിലറി വോയിഡ്സ്. കല്ലിനിടയിലുള്ള ഈ കാപ്പിലറി ഫില്ലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓഫ് ദ പോറസ് സർഫസ് ആൻഡ് ടു ബോണ്ട് ദ ലൂസ് മെറ്റീരിയൽ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവിടെയുള്ള ലൂസ് മെറ്റീരിയൽസ് ഒക്കെ ബോണ്ട് ചെയ്ത് നല്ല സ്ട്രോങ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് ഇറങ്ങി പോകാനും കൂടി സൗകര്യത്തിനാണ് അത് ലോ വിസ്കസ് ലിക്വിഡ് ആക്കി മാറ്റുന്നത്. Then existing surface like a granular base on which the binder layer is placed. അപ്പോൾ ഈ ഒരു ബേസ് കോഴ്സ് കുറച്ച് റഫ് ആയിരിക്കും, കുറച്ച് സ്മൂത്ത് ആയിരിക്കില്ല, കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടാവും. അതിന്റെ മുകളിലാണ് ഈ പ്രൈം കോട്ട് അടിച്ച് കുറച്ച് ഒഴിക്കുന്നത്. ഒഴിച്ചതിന് മുകളിലാണ് ബൈൻഡർ ലെയർ പ്ലേസ് ചെയ്യുന്നത്. ഇതിനിടയിലുള്ള ഒരു ബോണ്ടിങ് സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഇസ് എ പ്രൈം കോട്ട്. അപ്പം നേരത്തെ പറഞ്ഞ ഏറ്റവും മുകളിലത്തെ സീൽ കോട്ട് എന്ന് പറയുന്നത് ഒരു ബിറ്റുമൻ പ്ലസ് റോക്ക് ചെറിയ പാർട്ടിക്കിളായിരിക്കും. ഈ സർഫസ് കോഴ്സിന്റെയും ബൈൻഡർ കോഴ്സിന്റെ ഇടയിലുള്ളത് ഒരു പശ പോലെ ഉള്ളതാണ് ടാക്ക് കോട്ട്. പിന്നെ ബൈൻഡർ കോഴ്സ് വന്നു. ഈ ബൈൻഡർ കോഴ്സിന്റെ അടിയിൽ ബേസ് കോഴ്സിന്റെ മുകളിൽ വീണ്ടും ഒരു പശ പോലെ ഒട്ടിക്കുന്ന സാധനമാണ് പ്രൈം കോട്ട്. ഇതാണ് ആ പ്രൈം കോട്ട് എന്ന് പറയുന്നത്. ആദ്യത്തെ വലിയ കല്ലുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഇത് ആദ്യം ഒരു പ്രൈം കോട്ട് പേസ്റ്റ് പോലെ അടിക്കുന്നു. പിന്നെ അതിന്റെ മുകളിൽ ഇതാണ് നമ്മൾ ബൈൻഡർ കോഴ്സ് ഉള്ളത്. പിന്നെ അതിന്റെ മുകളിലാണ് സീൽ കോട്ട്. ഇവിടെ കണ്ടോ, നല്ല കൂളായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള സാധനം, അതായത് സീൽ കോട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ സർഫസ് കോഴ്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഡിഫറെന്റ് ലെയറിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ലെയറിന്റെ മുകളിലുള്ള ചെറിയ ബിറ്റുമിന്റെ കോട്ടിങ്ങിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ടാക്ക് കോട്ട്, ഏറ്റവും മുകളിലത്തെ സീൽ കോട്ട് ഓക്കെ. അതല്ലാതെ ബാക്കി വരുന്നത് ടാക്ക് കോട്ട് ആയാലും പ്രൈം കോട്ട് ആയൊക്കെ പറയുന്നത് ഒരു ഡിഫറെന്റ് ലെയറിന്റെ ഇടയിലുള്ള ഒരു
പേസ്റ്റിംഗ് മാത്രമാണ്, ഒട്ടിക്കൽ മാത്രമാണ്, പേസ്റ്റ് അല്ലെങ്കിൽ ഒരു പശ പോലെയാണ്. ഇത് നമ്മൾ ഓരോ ലെയറിനെ പറ്റി പഠിക്കുന്നത്. ഫസ്റ്റ് ലെയറാണ് സർഫസ് കോഴ്സ്, ഏറ്റവും ടോപ്പിൽ വരുന്നത്. ഇത് ഈസ് ദ ലെയർ ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് വിത്ത് ദ ട്രാഫിക് ലോഡ്. ട്രാഫിക് ലോഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ആൻഡ് സോ കണ്ടെയ്ൻസ് സുപ്പീരിയർ ക്വാളിറ്റി മെറ്റീരിയൽസ്. ഇത് സാധാരണ ഓസ്ഫോൾട്ട് കോൺക്രീറ്റ് അല്ലെങ്കിൽ ബിറ്റുമിനസ് കോൺക്രീറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലാണ്, അത്രയും ഡെൻസ് ആയിട്ടുള്ള കട്ടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഫ്രിക്ഷൻ, സ്മൂത്ത്നെസ്, ഡ്രെയിനേജ് എക്സെട്ര. ഇത്രയും പ്രോപ്പർട്ടിക്ക് അതിന് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെയറാണ് ഈ സർഫസ് കോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്മൂത്ത് ആൻഡ് സ്കിഡ് റെസിസ്റ്റന്റ് റൈഡിംഗ് സർഫസ്. മനസ്സിലായല്ലോ, വളരെ സ്മൂത്ത് ആയിട്ടുള്ള, അതേസമയത്ത് സ്കിഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു പ്രതലം അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് വിൽ പ്രിവെന്റ് ദ എൻട്രൻസ് ഓഫ് എക്സസീവ് ക്വാണ്ടിറ്റി ഓഫ് സർഫസ് വാട്ടർ ഇൻ ടു ദ അണ്ടർലൈൻ ബേസ്, സബ് ബേസ് ആൻഡ് സബ് ഗ്രേഡ്. അപ്പോൾ ഇവിടെ ഈ ഒരു ലെയറിലാണ് മഴ പെയ്ത് ഇവിടെ ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ അവിടുന്ന് വെള്ളം ഒലിച്ച് ഉള്ളിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ ഒരു ലെയറിലേക്ക് വെള്ളം ഒലിച്ചു പോയിട്ട് അവിടെ കെട്ടിക്കിടന്ന് പ്രശ്നമില്ലാതിരിക്കാൻ ഈ പറയുന്ന സർഫസ് കോഴ്സ് എന്ന് പറയുന്ന മൊത്തം ഈ ലെയർ, ഈ തിക്നെസ്സിൽ ഇത്രയും ലെയർ വാട്ടർ പ്രൂഫ് ആയിരിക്കണം. അതാണ് ഈ സർഫസ് കോഴ്സിനെ പറ്റി പറഞ്ഞത്. ഇനി ബൈൻഡർ കോഴ്സ്, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ബൈൻഡർ. ഇതൊരു വളരെ ബൾക്കായിട്ടുള്ള ഓസ്ഫോൾട്ട് കോൺക്രീറ്റ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓസ്ഫോൾട്ട് കോൺക്രീറ്റ് തന്നെയാണ്, പക്ഷെ അത്ര ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കില്ല. കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും ഉപയോഗിക്കുക. ഈ സർഫസ് കോഴ്സിനേക്കാൾ കുറച്ച് സെക്കൻഡ് ഗ്രേഡ് മെറ്റീരിയൽ. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ലോഡിനെ ഈ ബേസ് കോഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. It generally consists of aggregates having less asphalt and doesn't require quality as high as the surface course. ഇതിൽ മറ്റു മുകളിലുള്ള അത്രയും ടാർ ഉണ്ടാവില്ല, ബിറ്റുമൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഓസ്ഫോൾട്ട് ഉണ്ടാവില്ല. കുറച്ച് ക്വാണ്ടിറ്റി കുറവായിരിക്കും ഓസ്ഫോൾട്ടിൻ്റെ. കുറച്ചുകൂടി അതാണ് അവിടെയാണ് നമ്മൾ ഈ റോഡ് കൺസ്ട്രക്ഷനിൽ കുറച്ചുകൂടി വെള്ള നിറത്തിൽ കാണാം. കുറച്ചുകൂടി അത്ര കറുപ്പായിരിക്കില്ല അത്, കാരണം അതിന് അത്രയും ക്വാളിറ്റി ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു സെക്കൻഡ് ഗ്രേഡ് മെറ്റീരിയൽസും ബിറ്റുമൻ്റെ ക്വാണ്ടിറ്റിയും കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ബേസ് കോഴ്സ്, അതിൻ്റെ തൊട്ട് താഴെ വരുന്നത്. ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് ദ മെറ്റീരിയൽ ഇമ്മീഡിയറ്റ്ലി ബിനീത്ത് ദ ബൈൻഡർ കോഴ്സ്. ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ദ സബ് സർഫസ് ഡ്രെയിനേജ്. അപ്പോൾ ഈ കോഴ്സിൽ കുറച്ചുകൂടി ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്, കുറച്ചുകൂടി രണ്ട് സൈഡിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. ഈ ലോഡിനെ കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസ് കോഴ്സ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇതിലെ ഇൻ കേസ് വെള്ളം മുകളിൽ നിന്ന് ഇറങ്ങി വന്നാൽ തന്നെ ഈ ഒരു ലെയർ ഇതിനെ സബ് സർഫസ് ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വെള്ളം താഴോട്ട് പിന്നെ പോകാൻ പാടില്ല, അവിടുന്ന് ഡ്രെയിൻ ചെയ്ത് പോകണം. ഇറ്റ് മേ ബി കോമ്പോസ്റ്റ് ഓഫ് ക്രഷ്ഡ് സ്റ്റോൺ ആൻഡ് അതർ അൺട്രീറ്റഡ് ഓർ സ്റ്റെബിലൈസ്ഡ് മെറ്റീരിയൽ. വെറുതെ കുറച്ച് പാറപ്പൊടികൾ അല്ലെങ്കിൽ പാറക്കല്ലുകൾ കഷ്ണങ്ങളൊക്കെ, അങ്ങനെ പ്രത്യേകിച്ചൊരു ഷേപ്പോ സ്റ്റാൻഡർഡൈസ് മെറ്റീരിയൽ ഒന്നുമില്ല. കുറേ സാധനങ്ങൾ അവിടെ കൊണ്ട് അടുക്കി പാക്ക് ചെയ്യാം. അതിലൊരു വെള്ളം ഒലിച്ചു പോകാനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കണം. ആ രീതിയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഉള്ള രീതിയിൽ, പക്ഷെ പാക്ഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് എ ബേസ് കോഴ്സ്. അതിൻ്റെ അടിയിൽ വരുന്നതാണ് സബ് ബേസ് കോഴ്സ്. സബ് ബേസ് ഇസ് ദ ലെയർ ഓഫ് ദ മെറ്റീരിയൽ ബിനീത്ത് ദ ബേസ് കോഴ്സ്. അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ ഇസ് ടു പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്, ഇംപ്രൂവ് ഡ്രെയിനേജ്. അതുപോലെ തന്നെ ഈ ബേസ് കോഴ്സിന് ഇവിടെ നമ്മൾക്ക് റോഡിൽ ഈ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഒലിച്ചു വരുമല്ലോ, അങ്ങനെയാണ് ഇവിടേക്ക് വെള്ളം വരുന്നത്. ഈ ആദ്യത്തെ രണ്ട് ലെയറാണ്, ഏറ്റവും ടോപ്പിൽ ലെയറാണ് ഒരിക്കലും വെള്ളം ഉള്ളിലേക്ക് പോകാൻ സമ്മതിക്കാത്തത്. ഇവിടെ നിന്നൊക്കെ വെള്ളം സൈഡിൽ നിന്നൊക്കെ ഒലിച്ചു വരാം. അപ്പം അങ്ങനെ ഒലിച്ചു വന്നാലും ഡ്രെയിനേജിന് സാധ്യമായ രീതിയിലുള്ള കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം ഈ സബ് ബേസ് കോഴ്സിലൊക്കെ. ഇറ്റ് മേ ബി എ വാട്ടർ ബൗണ്ട് മെക്കാഡം ഓർ വെറ്റ് മിക്സ് മെക്കാഡം. അപ്പോൾ ഇതൊരു പണ്ട് നമ്മൾ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് ചെയ്യുന്ന പോലെ ഒരു സോളിങ് ചെയ്ത പോലുള്ള റോഡ് ഒരു പീസ് ഒരു സെക്ഷൻ മതി അതിന്. അല്ലെങ്കിൽ വെറ്റ് മിക്സ് മെക്കാഡം. വെറ്റ് മിക്സ് മെക്കാഡം എന്ന് പറയുന്നത് ബിറ്റുമൻ ഉപയോഗിച്ചിട്ട്, മറ്റത് മണ്ണും സോയിലിൽ. വാട്ടർ ബൗണ്ട് മെക്കാഡത്ത് ചെയ്യുന്നത് മണ്ണും ചളിയാണ് ഉപയോഗിക്കുക. ഇവിടെ അതിന് പകരം ബിറ്റുമനും കുറച്ച് പാറപ്പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണത്. അപ്പോൾ ഈ ഒരു സബ് ബേസ് കോഴ്സ് എന്നുള്ളത് എപ്പോഴും നിർബന്ധമല്ല. സോയിലിൽ ചില സോയിലിൽ സ്ട്രോങ് വളരെ കുറവാണെങ്കിൽ മാത്രമേ ഈ സബ് ബേസ് കോഴ്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നെക്സ്റ്റ് ഇത് സബ് ഗ്രേഡ്, ഏറ്റവും താഴെ വരുന്നത്. The top soil or subgrade is the layer of the natural soil prepared to receive the stresses from the layer above. ഇത് ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ സാധാരണ മണ്ണിൻ്റെ ലെവലെത്തി, ആ ഒരു ലെവലെത്തി. ശരിക്കും ഇവിടുന്ന് മുകളിലേക്കാണ് കംപ്ലീറ്റ് റോഡിൻ്റെ പല ലെയറുകളും പാക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നു. ഉറപ്പിക്കുന്നു, റോൾ ചെയ്യുന്നു, വീണ്ടും മണ്ണിടുന്നു, റോൾ ചെയ്യുന്നു, അങ്ങനെ പല ലെയറായിട്ട് ചെയ്യുന്നത് ഇവിടുന്ന് മുകളിലേക്കാണ്. ഇതാണ് നാച്ചുറൽ ലെയർ. ശരിക്കും
ഈ ഒരു നാച്ചുറൽ എയർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 300 mm അല്ലെങ്കിൽ ഒരു അര അടി മുതൽ ഒരടി വരെ താഴോട്ട് കുഴിച്ചെടുത്തിട്ട് വീണ്ടും പാക്ക് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് അറ്റ് നോ ടൈം സോയിൽ സബ്ഗ്രേഡ് ഈസ് ഓവർ സ്ട്രെസ്ഡ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ ബെയറിംഗ് കപ്പാസിറ്റിനേക്കാൾ ലോഡ് കൂടുതൽ ഒരിക്കലും അതിന് മുകളിൽ ഉണ്ടാകാൻ പാടില്ല. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടേക്ക് വരുന്ന ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, മുകളിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവും, ഇവിടേക്ക് പറഞ്ഞപ്പോൾ സ്ട്രെസ് കുറഞ്ഞു വരും നമ്മൾ പറഞ്ഞു. ഇങ്ങനെ സ്ട്രെസ് ഡയഗ്രം ഇങ്ങനെയാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ലോഡ് കപ്പാസിറ്റി ഡയഗ്രം നോക്കുകയാണെങ്കിൽ ലോഡ് ഇവിടെ ഔട്ട് ചെയ്യുന്നു, അത് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്ക് ഈ മണ്ണിന്റെ ബെയറിംഗ് കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ ഒരിക്കലും സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെസ് ഫോഴ്സ് പെർ ഏരിയ, മണ്ണിന്റെ കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ ഫോഴ്സ് പെർ ഏരിയ അവിടെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെപ്തിലാണ് വ്യത്യാസം വരുത്തുക. അപ്പോൾ ഇവിടെ ഡെപ്ത് ഷുഡ് ബി സോ ഡിസൈൻ ദാറ്റ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്ക് അതിന്റെ ബെയറിംഗ് കപ്പാസിറ്റിനേക്കാൾ കൂടുതൽ സ്ട്രെസ് അവിടെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഷുഡ് ബി കോമ്പാക്റ്റഡ് ടു ദ ഡിസൈർഡ് ഡെൻസിറ്റി. ഓക്കെ, ഇതാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് നോ ടൈം സോയിൽ സബ്ഗ്രേഡ് ഈസ് ഓവർ സ്ട്രെസ്ഡ്. കൂടുതൽ സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത്രയും കോമ്പാക്ട് ചെയ്ത സാധനം, അതാണ് സബ്ഗ്രേഡ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ബിറ്റുമിൻ കുറഞ്ഞൊരു പോർഷൻ. ഇതാണ് ബിറ്റുമിൻ കുറഞ്ഞിട്ടുള്ള ഒരു ഗ്രാനുലർ മെറ്റീരിയൽ. കണ്ടോ, ഈ ഒരു ലെയറിലേക്ക്. പിന്നെ അതിന്റെ മുകളിലാണ് ഈ ബിറ്റുമിൻ ലെയറും സർഫസ് ലെയറൊക്കെ വരുന്നത്, ബൈൻഡർ കോഴ്സ് ഒക്കെ വരുന്നത്. ഇത് അതിന്റെ തൊട്ട് താഴത്തതാണിത്. ക്ലിയർ അല്ലേ? ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിജിഡ് പേയ്മെന്റ്സ് കൂടി നോക്കാം. റിജിഡ് പേയ്മെന്റിൽ നമുക്കറിയാം കോൺക്രീറ്റ് പേയ്മെന്റ് ആണ്, കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് കുറേ നീളത്തിലേക്ക് നമുക്ക് കോൺക്രീറ്റ് ഒറ്റയടിക്ക് കൊണ്ടുപോകൽ ബുദ്ധിമുട്ടാണ്. കാരണം കോൺക്രീറ്റ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ക്രാക്കുകളൊക്കെ വരും. അത് ഒഴിവാക്കാൻ ദർ ഷുഡ് ബി സം ഗ്യാപ്പ് അല്ലേ? നമുക്ക് എപ്പോഴും കോൺക്രീറ്റ് ബിൽഡിങ്ങിലൊക്കെ കാണാൻ ഒരു എക്സ്പാൻഷൻ ഗ്യാപ്പ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു ജോയിന്റഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് പേയ്മെന്റ് ആണ് സാധാരണ ഉണ്ടാവുക. എക്സെപ്ഷണൽ കേസുകൾ അല്ലാതെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ തന്നെ പറയുന്നുണ്ട് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പേയ്മെന്റ്. കണ്ടിന്യൂസ് ആയിരിക്കും, ഒരു ഗ്യാപ്പും ഇല്ലാതെ. അതൊക്കെ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ ആണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ ആണത്. അതിന് ഡിസൈനൊക്കെ ആ രീതി ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പറയുന്ന 4 ഒന്ന് ഡീറ്റെയിൽ നോക്കാം. ജോയിന്റഡ് പ്ലെയിൻ കോൺക്രീറ്റ്, ജോയിന്റഡ് RCC, വെറും കോൺക്രീറ്റ് ജോയിൻ ചെയ്ത അല്ലെങ്കിൽ വെറും RCC വെച്ചിട്ട് ജോയിൻ ചെയ്യുന്ന ടൈപ്പ് ആവാം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് കോൺക്രീറ്റ് ആവാം, അല്ലെങ്കിൽ പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് പേയ്മെന്റ് ആവാം. ഓൾറെഡി കമ്പനിയിൽ നിന്ന് സ്ട്രെസ് ഉണ്ടാക്കി വെച്ച സ്ലാബ് ഇവിടെ കൊണ്ടുവരിക. അങ്ങനെ ഓരോ ഡീറ്റെയിൽസ് നോക്കാം നമുക്ക്. ഇവിടെ ജോയിന്റഡ് പ്ലെയിൻ കോൺക്രീറ്റ് പേയ്മെന്റിൽ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ക്ലോസ്ലി സ്പേസ്ഡ് കൺസ്ട്രക്ഷൻ ജോയിന്റ്സ്. ഇതാണ്, ഈ വരകളാണ് കൺസ്ട്രക്ഷൻ ജോയിന്റ്സ്. അപ്പോൾ റോഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഈ നീളത്തിലുള്ളതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രോസ് ഡയറക്ഷൻ ഉള്ളതാണ് ലാറ്ററൽ ജോയിന്റ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോഡിനെ സംബന്ധിച്ച് ഇവിടെ ഫിഗറിൽ ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്, ഇതെല്ലാം ട്രാൻസ്വേഴ്സ് ജോയിന്റ് ആണ്. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് ജോയിന്റിൽ അതേപോലെ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റിൽ നിങ്ങൾക്ക് കുറച്ച് ബാറുകൾ കാണാം, ഉണ്ടല്ലേ? ഇത് രണ്ടിനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റിലെ കൊടുത്തിരിക്കുന്ന ബാറിന് പറയുന്ന പേരാണ് ടൈ ബാർ. ലോഞ്ചിറ്റ്യൂഡിനലി ഈ ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ ബാർ കൊടുത്തിട്ടുണ്ടോ, ദാറ്റ് ഈസ് എ ടൈ ബാർ. അതേപോലെ ഈ ഒരു ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലെ ജോയിന്റിലും ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ചെറിയ ചെറിയ കമ്പികൾ കാണാം ഇവിടെ ഇതുപോലെ. ദാറ്റ് ഈസ് നോൺ ആസ് എ ഡബിൾ ബാർ. അപ്പം ട്രാൻസ്വേഴ്സ് ജോയിന്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടൈ ബാറും, ട്രാൻസ്വേഴ്സ് ജോയിന്റിനെ രണ്ട് സൈഡിലേയും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡബിൾ ബാർസ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ ബേസ് വന്നു, അതിൻ്റെ മുകളിൽ ഈ കോൺക്രീറ്റ് പേയ്മെന്റിൽ വന്നു. ഇവിടെ ജോയിന്റഡ് പ്ലെയിൻ കോൺക്രീറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നോർമലി ഹാസ് എ ജോയിന്റ് സ്പേസിംഗ് ഓഫ് 5 to 10 മീറ്റർ. ഈ ഒരു ജോയിന്റിന്റെ ഇടയിലെ സ്പേസിംഗ് ഏകദേശം ഒരു 5 to 10 മീറ്റർ ആയിരിക്കും സാധാരണ സ്പേസ് ഉണ്ടാവുക. അതായത് ജോയിൻ ചെയ്തുകൊണ്ട്, ജോയിൻ ചെയ്ത പ്ലെയിൻ കോൺക്രീറ്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് വേറെ എവിടെ ഇല്ല, ജോയിന്റിൽ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് ദ ജോയിന്റഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പേയ്മെന്റ്. അപ്പം റീഇൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ
റീഇൻഫോഴ്സ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു PCC അല്ല RCC ആയിട്ട് മാറും. അപ്പം കുറച്ചുകൂടി സ്ട്രെങ്ത് ആയി മാറിയില്ലേ? കോൺക്രീറ്റിലെ വെറും PCCക്ക് പകരം RCC ആക്കി. അപ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ജോയിന്റിന്റെ സ്പേസിങ് നേരത്തെ 5 to 10 ആയിരുന്നു, ഇപ്പോൾ 10 to 30 മീറ്റർ വരെ ജോയിന്റിന്റെ സ്പേസിങ് കൂട്ടാൻ പറ്റും. അത്രയും വർക്ക് കുറച്ചുകൂടി ഈസി ആയി. അഗെയിൻ അവിടെയും ഡബിൾ ബാസും പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാൻസ്വേഴ്സ് അല്ല ഡബിൾ ബാസ് ഉണ്ട്, അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ബാറുകളും ഉണ്ടായിരിക്കും. ദെൻ തേർഡ് വൺ ഈസ് ദ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് പേയ്മെന്റ്. കണ്ടിന്യൂസ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പേയ്മെന്റ് ആണ്. അവിടെ ജോയിന്റുകളേ ഇല്ല. നേരത്തെ പറഞ്ഞു അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. പിന്നെ നാലാമത്തെ ഒരു ജോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രീ കാസ്റ്റ് കോൺക്രീറ്റ് റോഡ് കമ്പനിയിൽ നിന്ന് കാസ്റ്റ് ചെയ്തിട്ട് സൈറ്റിൽ കൊണ്ടുവെക്കുക. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇത് ട്രാൻസ്വേഴ്സ് ജോയിന്റ് ആണ്. ഇവിടെ നമുക്ക് ടൈ മെമ്പറിനും കാണാം. ഈ ഡയറക്ഷനിലാണ് ഡബിൾ ബാർ. ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു ഫോട്ടോ. ഇത് കണ്ടില്ല, ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്. ദിസ് ഇസ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിന്റ്, ദിസ് ഇസ് എ ട്രാൻസ്വേഴ്സ് ജോയിന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിജിഡ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ പേയ്മെന്റ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. നിങ്ങൾക്ക് ഡിസൈനിൽ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഡിസൈൻ മാത്രമേ സിലബസ് പറയുന്നുള്ളൂ ഈ കൊല്ലത്തെ സിലബസിൽ. So that will be dealt in the next class. Okay, bye.